കേരളത്തിൽ എൻ.ഡി.എയുടെ ശക്തി 2026 പ്രതിഫലിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എൽ.ഡി.എഫിന്റെ ഗ്രാഫ് താഴേക്കാണ്. യു.ഡി.എഫിന്റെ ബലഹീനത കൊണ്ടാണ് എൽ.ഡി.എഫ് നിലനിൽക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൊച്ചിയിൽ പറഞ്ഞു. ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി. ബീന, എൻ.ഡി.എയുടെ ശക്തി 2026 പ്രതിഫലിക്കുമെന്ന കാര്യം കുറച്ച് പറയുമ്പോഴും കേരളത്തിൽ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും അവസ്ഥ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങൾ എന്താണ്? വീണ, തീർച്ചയായും എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എൻ.ഡി.എക്ക് കേരളത്തിൽ ഒരു വലിയ ശക്തിയായി വളരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടുന്നത്. എൽ.ഡി.എഫിന്റെ ഗ്രാഫ് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ തീർത്തും ഒരു പരാജയമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ആദ്യ പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസിൽ തമ്മിലടിയാണ് പ്രധാനമായും നടക്കുന്നത്. 5 പേർ വരെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്നും ഞാനാണ് രാജാവ്, രാജ്ഞി, രാജ്യം എന്ന നിലയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നു. ഒരുപാട് ആളുകൾ കോൺഗ്രസിനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹിച്ച നെല്ലിപ്പലക കണ്ട ഒരു അവസ്ഥയാണ്. എന്തായാലും യു.ഡി.എഫിന്റെ ഒരു ബലഹീനത കൊണ്ടാണ് എൻ.ഡി.എ നിലനിൽക്കുന്നത്. യു.ഡി.എഫിന്റെ ബലഹീനതയാണ് കൊണ്ടാണ് എൽ.ഡി.എഫ് നിലനിൽക്കുന്നത്. എൽ.ഡി.എഫിന്റെ ഐശ്വര്യം തന്നെ യു.ഡി.എഫിന്റെ ബലഹീനതയാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം തന്നെ ഭരണത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോയത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ സർക്കാരിനെക്കാട്ടിലും മോശമായ രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ എൻ.ഡി.എ ഒരു വശത്തുകൂടെ എൻ.ഡി.എ ശക്തി പ്രാപിക്കുകയാണ്. ഇത് 2026 തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇരു മുന്നണികൾക്കെതിരെയും വലിയ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഉയർത്തിയത്. ബി.ജെ.പിയുടെ സമൂഹത്തിൽ വളരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് മറ്റ് ഇരു മുന്നണികളുടെയും പരാജയം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു മുന്നണികളുടെ തീർത്തും മോശമായ രീതിയിലുള്ള ഒരു നിലപാടുകളാണ് ഇത്തരത്തിൽ എൻ.ഡി.എക്ക് വളരാൻ സാഹചര്യം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ.ഡി.എ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായി പ്രതിഫലിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓക്കെ, ശരി ബീന. കേരളത്തിൽ എൻ.ഡി.എയുടെ ശക്തി 2026 പ്രതിഫലിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ.